നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് TDS ഓൺ സാലറിയെ കുറിച്ചിട്ടാണ്. അതായത് TDS സാലറിയുടെ മുകളിൽ എങ്ങനെയാണ് ടാലി പ്രൈമിൽ ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അപ്പൊ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, TDS ഓൺ റെന്റിനെ കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ കാണാത്തവർക്ക് വേണ്ടിയിട്ട് അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പൊ TDS പറഞ്ഞാൽ എല്ലാവർക്കും അറിയാലോ, എന്താണ് ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് ആണ്. അതായത് സോഴ്സിൽ വെച്ച് തന്നെ ടാക്സ് എന്താണ് ഡിഡക്ട് ചെയ്യാണ് ചെയ്യണത്. അപ്പൊ TDS എന്താണെന്നുള്ളത് നമ്മൾ വ്യക്തമായിട്ട് തന്നെ അറിഞ്ഞിരിക്കണം. അതായത് ഗവൺമെന്റ് എന്താണ് നിങ്ങളുടെ ഇൻകത്തിന്റെ മുകളിലുള്ള ടാക്സ് ഗവൺമെന്റ് അഡ്വാൻസ് ആയിട്ട് തന്നെ വാങ്ങിക്കുകയാണ് ചെയ്യണത്. സാധാരണ നമ്മളെ വാങ്ങിച്ചു കഴിഞ്ഞ് ആ ഒരു ഫിനാൻഷ്യൽ ഇയർ ആ ഒരു ഇയർ കഴിഞ്ഞിട്ടാണ് നമ്മൾ ടാക്സ് കൊടുക്കുക. പക്ഷെ ഇത് അങ്ങനെയല്ല, സോഴ്സിൽ വെച്ചിട്ട് തന്നെ ടാക്സ് ഡിഡക്ട് ചെയ്തിട്ട് ബാക്കിയുള്ള എമൗണ്ട് ആണ് നിങ്ങൾക്ക് എന്താണ് സാലറി ആയിട്ട് തരുന്നുള്ളൂ. അപ്പൊ അതാണ് ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ്. അപ്പൊ ഇതിന് ഓരോന്നിനും ഓരോ സെക്ഷൻസ് ആണുള്ളത്. കുറച്ച് കാറ്റഗറിയുടെ മുകളിലാണ് ഈ TDS ആപ്ലിക്കബിൾ ആയിട്ട് വരുന്നത്. ഒന്ന് റെന്റ് ഉണ്ട്, അതേപോലെ തന്നെ സാലറി ഉണ്ട്, കമ്മീഷൻ ഉണ്ട്, അതേപോലെ തന്നെ പ്രൊഫഷണൽ ഫീസ് ഉണ്ട്. ഇങ്ങനെ കുറച്ച് ഹെഡുകളിലെ മുകളിലാണ് ടാക്സ്. ഇങ്ങനെ കുറച്ച് ഹെഡുകളിലെ മുകളിലാണ് TDS വരിക. അപ്പൊ ഓരോന്നിനും ഓരോ സെക്ഷൻ ആണ് ഉള്ളത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റിൽ നമുക്ക് നമ്മുടെ കമ്പനിയിലെ TDS ആക്ടിവേറ്റ് ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് മുകളിലെ കമ്പനിയിലേക്ക് പോയി ഇവിടെ നമുക്ക് F11 ഫീച്ചർ സെലക്ട് ചെയ്തിട്ട് എടുക്കാം. നമുക്ക് ഇവിടെ ഒരു ഓപ്ഷൻ ചോദിക്കും, എനേബിൾ ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് TDS. ഈ ഒരു ഓപ്ഷനാണ് നമ്മൾ യെസ് കൊടുക്കേണ്ടത്. ഈ ഒരു ഓപ്ഷൻ യെസ് കൊടുത്ത് നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ചു. എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ടാക്സ് രജിസ്ട്രേഷൻ നമ്പർ TAN നമ്പർ എന്നാണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്. അപ്പൊ നമുക്ക് ആ കമ്പനിയുടെ നമുക്ക് TAN നമ്പർ ആണ് ഇവിടെ കൊടുക്കേണ്ടത്. അത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ടാക്സ് ഡിഡക്ഷൻ ആൻഡ് കളക്ഷൻ അക്കൗണ്ട് നമ്പർ, ആ നമ്പർ തന്നെയാണ് നമ്മൾ ഇവിടെയും കൊടുക്കേണ്ടത്. ഡിഡക്ടർ ടൈപ്പ്, കുറയ്ക്കുന്ന ആൾ ആരാണ്, കമ്പനിയാണോ ഇൻഡിവിജ്വൽ ആണോ. അപ്പൊ നമുക്ക് കമ്പനിയിലേക്ക് സെലക്ട് ചെയ്തിട്ട് എടുത്തു. ഡിഡക്ടർ ബ്രാഞ്ച് ഓർ ഡിവിഷൻ, കുറയ്ക്കുന്ന ആളുടെ ബ്രാഞ്ച് ഡിവിഷൻ ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ കൊടുക്കാം. സെറ്റ് ഓൾട്ടർ ഡീറ്റെയിൽസ് ഓഫ് പേഴ്സൺ റെസ്പോൺസിബിൾ, ഒരു കമ്പനിയിലെ TDSന്റെ കാര്യങ്ങൾ ചെയ്യാൻ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരാളുണ്ടായിരിക്കും. ആളുടെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുക്കേണ്ടത്. ഇവിടെ എസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ആളുടെ നെയിം, സൺ ഓഫ്, ഡോട്ടർ ഓഫ്, ഡെസിഗ്നേഷൻ, എല്ലാ ഡീറ്റെയിൽസും ആളുടെ ഇവിടെ നമ്മൾക്ക് സെറ്റ് ചെയ്തിട്ട് നമുക്ക് വെക്കാം. അത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവിടെ നമുക്ക് ചോദിക്കും ഇഗ്നോർ IT എക്സംഷൻ ലിമിറ്റ് ഫോർ TDS ഡിഡക്ഷൻ. അതായത് TDS ഡിഡക്ഷനെ നമ്മൾ ഇഗ്നോർ ചെയ്യണോ എന്നുള്ളതാണ്. അപ്പൊ നമുക്കിവിടെ നോ തന്നെയാണ് കൊടുക്കേണ്ടത്, കാരണം നമുക്ക് ഇഗ്നോർ ചെയ്യേണ്ട. ആക്ടിവേറ്റ് TDS ഫോർ സ്റ്റോക്ക് ഐറ്റം, സ്റ്റോക്ക് ഐറ്റത്തിന് മുകളിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ യെസ് കൊടുക്കാം. ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കമ്പനിയിൽ നമ്മുടെ TDS ആക്ടിവേറ്റ് ചെയ്ത് വെച്ചു. ഇത് നമ്മളെ Ctrl+A അടിച്ചു കഴിഞ്ഞാൽ ആ വിൻഡോ സേവ് ചെയ്തു. ഇനി എന്താണ്, കുറച്ച് ലെഡ്ജറുകളാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. നമുക്ക് എസ്കേപ്പ് ചെയ്തു, നമുക്ക് ഇവിടെ ക്രിയേറ്റിലേക്ക് പോകാം. ലെഡ്ജർ സെലക്ട് ചെയ്തിട്ടെടുത്തു. ഫസ്റ്റ് ലെഡ്ജർ എന്ന് പറയുന്നത് നമുക്ക് സാലറി കൊടുക്കാം. അപ്പോൾ നമുക്ക് സാലറി എന്നുള്ള ലെഡ്ജർ കൊടുത്തു. അണ്ടർ എന്താണ്, ഇത് നമുക്ക് ഇൻഡയറക്റ്റ് എക്സ്പെൻസിലേക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു. ജസ്റ്റ് നമ്മളെ ഇവിടെ വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇവിടെയും ജസ്റ്റ് എൻ്റർ അടിച്ചു, എൻ്റർ അടിച്ചു, എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഓപ്ഷൻ ചോദിക്കും സെറ്റ് ഓൾട്ടർ അതർ സ്റ്റാറ്റ്യൂട്ടറി ഡീറ്റെയിൽസ്. ഇവിടെയാണ് യെസ് കൊടുക്കേണ്ടത്. ഇവിടെ എസ് കൊടുത്തു. ഇവിടെ എസ് കൊടുത്താൽ ഇവിടെ ചോദിക്കും ഈ TDS അപ്ലിക്കബിൾ. അപ്പൊ നമുക്ക് ഈ സാലറിയുടെ മുകളിൽ TDS അപ്ലിക്കബിൾ ആവണോ, അപ്പൊ വേണം. ഇവിടെ അപ്ലിക്കബിളിലേക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു. അപ്പൊ ഇവിടെ ചോദിക്കും നാച്ചർ ഓഫ് പേയ്മെന്റ് പറഞ്ഞിട്ട് ചോദിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ റെന്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇവിടെ റെന്റിനൊക്കെ ഒരു കാറ്റഗറി ഉണ്ട്. റെന്റ് ഓഫ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാറ്റഗറി ഉണ്ട്. നേച്ചർ ഓഫ് പേയ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് എന്താണ് ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ അതിന് വേണ്ടി ഇവിടെ നമുക്ക് ക്രിയേറ്റ് നമുക്ക് സെലക്ട് ചെയ്തിട്ട് എടുത്തു. ഇവിടെ ക്രിയേറ്റ് എടുത്തു. ക്രിയേറ്റ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഹെൽപ്പർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും. അപ്പൊ ടാലി ഒരു ലൈസൻസ്ഡ് വേർഷൻ ആണെന്ന് വിചാരിക്കുക. ഈ ഹെൽപ്പർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് എല്ലാ കാറ്റഗറിയും അതിന്റെ സെക്ഷനും അതിന്റെ പേയ്മെന്റ് കോഡും എല്ലാം ഓട്ടോമാറ്റിക് ആയിട്ട് വരും. അപ്പൊ സാലറി എന്നുള്ള ഒരു കോഡ് നമുക്ക് അവിടെ കാണാൻ പറ്റില്ല. അപ്പൊ അവിടെ നമുക്ക് സാലറിയുടെ നമ്മളിവിടെ നെയിം ആയിട്ട് കൊടുക്കേണ്ടത്. അപ്പൊ അവിടെ നമുക്ക് ഒരു കാറ്റഗറി അവിടെ നമുക്ക് കാണിക്കും. സാലറി നോട്ടല്ല അവിടെ കാണിക്കുക. ഈ ഒരു ഇതിലേക്കാണ് നമുക്ക് ഇവിടെ കൊടുക്കേണ്ടത്. അതായത് നമുക്ക് ഇവിടെ അടിച്ചു കൊടുക്കാം. അതായത് പേയ്മെന്റ് ഓഫ് അക്യൂമുലേറ്റഡ് ബാലൻസ് ഫ്രം PF.
ഈ ഒരു കാറ്റഗറിക്കാണ് നമ്മൾ കൊടുക്കുന്നത്. അതായത് നമ്മളുടെ നെറ്റ് എമൗണ്ടിന്റെ മുകളിലാണ് നമ്മൾ എന്ത് TDS പിടിക്കേണ്ടത്. അപ്പൊ സാലറി പറഞ്ഞൊരു ഹെഡ് അവിടെ കാണില്ല, ഈ ഒരു ഹെഡിലേക്കാണ് അവിടെ കൊടുക്കേണ്ടത്. എന്താണ് ചെയ്യാൻ നമുക്ക് സെക്ഷൻ. അപ്പൊ സാലറിയുടെ സെക്ഷൻ എന്ന് പറയുന്നതാണെന്നുണ്ടെങ്കിൽ 192A ആണ് സാലറിയുടെ സെക്ഷൻ എന്ന് പറയുന്നത്. പേയ്മെന്റ് കോഡ് എന്ന് പറയുന്നത് 92D ആണ്. അപ്പൊ 92Dയിലേക്ക് സെലക്ട് ചെയ്തിട്ട് എടുത്തു. ഇവിടെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് എൻ്റർ അടിച്ചു. അപ്പൊ ഇവിടെ നമുക്ക് വിത്ത് പാനും വിത്തൗട്ട് പാനും ഇവിടെ നമുക്ക് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ സാലറി നമ്മൾ ഇവിടെ സെറ്റ് ചെയ്യുക. നമ്മൾ മറ്റുള്ളതുപോലെ നമുക്ക് ഒരു ഫിക്സഡ് റേറ്റിനല്ല സാലറി കൊടുക്കുക. കാരണം സാലറി നമ്മൾ സ്ലാബ് ആയിട്ടാണ് നമ്മൾ കൊടുക്കുക. അപ്പോൾ ഇത്ര സാലറി ഉള്ള ആൾക്കാർക്ക് ഇത്ര ടാക്സ് ആണ് കൊടുക്കേണ്ടത്. അപ്പൊ ഓരോ സ്ലാബിനും അനുസരിച്ചിട്ടാണ് ഓരോ റേറ്റുകൾ വരിക. അപ്പൊ അവിടെ ആണെങ്കിൽ ഇപ്പൊ വിത്ത് പാൻ ആണെങ്കിൽ അപ്പൊ ഞാൻ ഏറ്റവും മിനിമം ആയിട്ടുള്ള റേറ്റ് ആണ് പെർസെന്റേജ് ആണ് ഇവിടെ കൊടുക്കുന്നത്. അപ്പൊ വിത്ത് പാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ 5%, വിത്തൗട്ട് പാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ 20%. അപ്പൊ ഇതെല്ലാം എടുക്കുക. നമുക്ക് സ്ലാബ് വെച്ചിട്ടാണ് നമ്മൾ പെർസെന്റേജ് ആയിട്ട് നമ്മൾ സെലക്ട് ചെയ്തിട്ട് എടുക്കുക. അത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഷോർട്ട് എക്സംഷൻ ലിമിറ്റ് ഉണ്ട്. അപ്പോൾ മുമ്പേ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ 2,50,000 വരെ ആയിരുന്നു മുമ്പെയുള്ള സാലറിയുടെ സ്ലാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ് ടു 2,50,000 വരെ നില്ലായിരുന്നു. 2,50,000 to 5 lakh വരെ ആണ് 5% ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോഴത്തെ ന്യൂ സ്ലാബ് വെച്ചിട്ടാണെങ്കിൽ അപ് ടു 3 lakh വരെ എന്താണ് നില്ലാണ്. 3 lakhന്റെ അപ്പുറത്തേക്കാണ് എന്ത് 5% കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പൊ ഞാനിവിടെ 3 lakh കാണിച്ചു. ജസ്റ്റ് എൻ്റർ അടിച്ചു കഴിഞ്ഞിട്ട് ഇത് എൻ്റർ അടിച്ചു കഴിഞ്ഞ് ഇത് സേവ് ചെയ്തു. ഇപ്പൊ സാലറി എന്നുള്ള ലെഡ്ജർ സേവ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഞാൻ ഒരു പാർട്ടിയാണ് ഉണ്ടാക്കേണ്ടത്. ഇപ്പൊ ഞാനിവിടെ ഒരു പാർട്ടി കൊടുത്തു യദു. അപ്പോൾ യദു എന്താണ് ഇപ്പൊ ഫേമിനെ സംബന്ധിച്ച് എന്താണ് ഈ TDS എന്താണ് കൊടുക്കാനുള്ളതാണല്ലോ. അപ്പൊ അതുകൊണ്ട് ഇവിടെ എന്താണ് നമുക്ക് സൺഡ്രി ക്രെഡിറ്ററിലേക്ക് നമുക്ക് സെലക്ട് ചെയ്തിട്ട് എടുക്കാം. നമ്മൾ സൺഡ്രി ക്രെഡിറ്ററിലേക്ക് സെലക്ട് ചെയ്തിട്ട് എടുത്തു. മെയിൻറ്റെയിൻ ബാലൻസ് ബിൽ ബൈ ബിൽ യെസ് കൊടുത്തു. എൻ്റർ അടിച്ചു. ഇവിടെ ഈ TDS ഡിഡക്റ്റബിൾ യെസ് കൊടുത്തു. എൻ്റർ അടിച്ചു. ഇവിടെ ഡിഡക്റ്റീവ് ടൈപ്പ് ഏത് കാറ്റഗറിയിൽ പെട്ടതാണ്. ഇപ്പൊ ഇവിടെ നമുക്ക് ഇൻഡിവിജ്വൽ ആണോ ഏതാണോ എന്നുള്ളതിലേക്ക് കൊടുക്കാം. അപ്പൊ ഞാനിപ്പോൾ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ ഇൻഡിവിജ്വലിലേക്ക് സെലക്ട് ചെയ്യണം. അപ്പൊ ഞാനിവിടെ ഇൻഡിവിജ്വൽ റെസിഡന്റിലേക്ക് സെലക്ട് ചെയ്തിട്ട് എടുത്തു. ഇവിടെ ജസ്റ്റ് ഡിഡക്ട് TDS ഇൻ സെയിം വൗച്ചർ യെസ് കൊടുത്തു. ഇവിടെ ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇവിടെ സ്പേസ് ബാർ അടിച്ചു. ഇവിടെ നമ്മുടെ മുമ്പ് ഉണ്ടാക്കിയിട്ടുള്ള കാറ്റഗറി നമുക്ക് ഇവിടെ കൊടുക്കാം. പേയ്മെന്റ് ഓഫ് അക്യൂമുലേറ്റഡ് ബാലൻസ് ഫ്രം PFലേക്ക് സെലക്ട് ചെയ്തിട്ട് എടുത്തു. ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇവിടെ ജസ്റ്റ് എൻ്റർ അടിച്ചു. എൻ്റർ. ഇവിടെ നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇവിടെ നമുക്ക് പാൻ നമ്പർ നമുക്ക് ഇവിടെ കൊടുക്കാം. നമുക്കിവിടെ ജസ്റ്റ് എൻ്റർ അടിക്കാം. ഇവിടെ നമുക്ക് ജസ്റ്റ് എൻ്റർ അടിച്ചു കഴിഞ്ഞതിന് ശേഷം ഇത് എൻ്റർ അടിച്ചു കഴിഞ്ഞിട്ട് സേവ് ചെയ്തു. ഇനി നമുക്ക് TDSന്റെ ഒരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാം. TDS ഓൺ സാലറി അണ്ടർ ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസിലേക്ക് സെലക്ട് ചെയ്തിട്ട് എടുക്കാം. അണ്ടർ ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ് കൊടുത്തു. ടൈപ്പ് ഓഫ് ഡ്യൂട്ടി ഓർ ടാക്സ് TDSലേക്ക് സെലക്ട് ചെയ്തിട്ട് എടുത്തു. ഇവിടെ നാച്ചർ ഓഫ് പേയ്മെന്റ് സെലക്ട് ചെയ്തിട്ട് എടുക്കാം. പേയ്മെന്റ് ഓഫ് അക്യൂമുലേറ്റഡ് ബാലൻസ് ഫ്രം PF ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇവിടെ നമുക്ക് ജസ്റ്റ് എൻ്റർ അടിച്ചു കഴിഞ്ഞിട്ട് സേവ് ചെയ്തു. ഇപ്പൊ നമ്മൾ ലെഡ്ജറുകൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് എൻട്രികളാണ് ചെയ്യേണ്ടത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് വൗച്ചർ സെലക്ട് ചെയ്തിട്ട് എടുത്തു. അപ്പൊ ഫസ്റ്റിലെ എൻട്രി നമ്മൾ ജേണലാണ് ചെയ്യേണ്ടത്. ജേണൽ സെലക്ട് ചെയ്തിട്ട് എടുക്കാം. അതിൽ നമുക്ക് ആദ്യം സാലറി കാണിക്കാം. ഇപ്പൊ സാലറിയുടെ എമൗണ്ട് ആണെന്നുണ്ടെങ്കിൽ ഒരു 4 lakh കാണിച്ചു. ഇവിടെ നമുക്ക് 4 lakh കാണിച്ചു. ജസ്റ്റ് എൻ്റർ അടിച്ചു. നമുക്ക് ഡേറ്റ് 1/5 കൊടുക്കാം. ഡേറ്റ് 1/5 കൊടുത്തു. ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് പാർട്ടിയുടെ പേരാണ് കാണിക്കേണ്ടത്. ഇവിടെ യദു സെലക്ട് ചെയ്തിട്ട് എടുത്തു. അപ്പൊ ഇവിടെ നമുക്ക് എമൗണ്ട് ഇവിടെ 3,80,000 വന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇവിടെ ഇപ്പോൾ കൊടുക്കാനുള്ള എമൗണ്ട് എന്താണ് 3,80,000. കാരണം 4 lakh ആയിരുന്നു സാലറി. അതിൽ TDS കുറച്ചിട്ടുള്ള എമൗണ്ട് ആണ് പാർട്ടിക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് സോഴ്സിൽ തന്നെ ഡിഡക്ട് ചെയ്യാണ് ചെയ്യുന്നത്. നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ചു. അപ്പോൾ ഇവിടെ ന്യൂ റെഫറൻസിൽ വന്നു. 4 lakh വന്നു. ക്രെഡിറ്റ് വന്നു. വീണ്ടും ഒന്നും കൂടി എൻ്റർ അടിച്ചു. അപ്പോൾ TDSന്റെ എമൗണ്ട് ഓട്ടോമാറ്റിക് ആയിട്ട് ഇവിടെ 20,000 വന്നു. അതായത് 5%. നമ്മുടെ പാൻ നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് എൻ്റർ അടിച്ചു. ക്രെഡിറ്റ് എന്നുള്ളത് നമ്മൾ എന്താണ് കൊടുക്കേണ്ടത് TDS നമ്മൾ മുമ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. TDS ഓൺ സാലറി 20,000 വന്നു. ജസ്റ്റ് എൻ്റർ അടിച്ചു കഴിഞ്ഞിട്ട് ആ ഒരു എൻട്രി സേവ് ചെയ്തു. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് റിപ്പോർട്ട് എടുത്തിട്ട് നോക്കാം. ഡിസ്പ്ലേ മോർ റിപ്പോർട്ട് സെലക്ട് ചെയ്തിട്ട് എടുത്തു. അതിൽ നമ്മൾക്ക് സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ട് സെലക്ട് ചെയ്തിട്ട് എടുക്കാം. അതിൽ TDS റിപ്പോർട്ട്സ് എടുത്തു. അതിൽ നമുക്ക് TDS ഔട്ട്സ്റ്റാൻഡിംഗ് സെലക്ട് ചെയ്തിട്ട് എടുക്കാം.
അപ്പോൾ TDS ഔട്ട്സ്റ്റാൻഡിങ് എടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റും ഇവിടെ 20,000 ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? പാർട്ടിക്ക് പേയ്മെന്റ് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. നമുക്ക് എസ്കേപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് വൗച്ചറിലേക്ക് പോകാം. വൗച്ചർ സെലക്ട് ചെയ്തിട്ട് എടുത്തു, പേയ്മെന്റ് സെലക്ട് ചെയ്തിട്ട് എടുക്കാം. നമുക്ക് പാർട്ടിക്ക് പേയ്മെന്റ് കൊടുക്കാം. എടുത്തു. യദുവിന് എത്രയാണ് കൊടുക്കാനുള്ളത്? 3,80,000 ആണ് കൊടുക്കാനുള്ളത്. 3,80,000 എടുത്തു. എഗെയിൻസ്റ്റ് റെഫറൻസ് വന്നു. ഇവിടെ നമുക്ക് ചെക്ക് ആയിട്ട് കൊടുക്കാം. ബാങ്ക് അടിച്ചു, അണ്ടർ ബാങ്ക് അക്കൗണ്ട്സ് ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇവിടെ നമ്മുടെ ജസ്റ്റ് എൻ്റർ അടിച്ചു കഴിഞ്ഞിട്ട് ഈ ഒരു എൻട്രി നമുക്ക് ചെക്ക് നമ്പറൊക്കെ കൊടുത്ത് എൻ്റർ അടിച്ചു കഴിഞ്ഞിട്ട് സേവ് ചെയ്തു. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് നമ്മൾക്ക് TDSന്റെ റിപ്പോർട്ട് എടുത്ത് നോക്കാം. ഡിസ്പ്ലേ മോർ റിപ്പോർട്ട് സെലക്ട് ചെയ്തിട്ട് എടുത്തു. അതിൽ സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ട്സ് എടുത്ു. അതിൽ TDS റിപ്പോർട്ട്സ് എടുത്തു. അതിൽ TDS ഔട്ട്സ്റ്റാൻഡിങ് എടുത്തു. ഇവിടെ നമുക്ക് ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ള എമൗണ്ട് ഇവിടെ കാണുന്നുണ്ട്. ഇത് നമ്മൾ TDSന്റെ പേയ്മെന്റ് നമ്മൾ കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് TDS ഗവൺമെന്റിലേക്ക് അടയ്ക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഡിസ്പ്ലേ മോർ റിപ്പോർട്ട് സെലക്ട് ചെയ്തിട്ട് എടുത്തു. അതിൽ സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ട് സെലക്ട് ചെയ്തിട്ട് എടുക്കാം. അതിൽ TDS റിപ്പോർട്ട്സ് എടുത്തു. അതിൽ ഫോം 26Q സെലക്ട് ചെയ്തിട്ട് എടുത്തു. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റും ഇവിടെ നമ്മൾക്ക് TDS ഡിഡക്ട് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് പേയ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ തന്നെ നമുക്ക് ഓൾ ടെസ്റ്റ് സ്റ്റാറ്റ്യൂട്ടറി പേയ്മെന്റ് നോട്ടുണ്ട്. ഇവിടെ ജസ്റ്റ് ഇവിടെ തന്നെ നമുക്ക് പേയ്മെന്റ് ചെയ്യാം. ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ് നമ്മൾ കൊടുക്കുന്നത്? TDS ആണ് കൊടുക്കുന്നത്. TDS എടുത്തു. ഏത് മാസം മുതൽക്കാണ്? 1 മെയ് to 31 മെയ് കൊടുത്തു. നമുക്ക് ഇവിടെ കൊടുക്കേണ്ട ടിൽ ഡേറ്റ് കൊടുക്കാം. 1 ജൂൺ കൊടുത്തു. ഇവിടെ നമുക്ക് സെക്ഷൻ ഓട്ടോമാറ്റിക് ആയിട്ട് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് നേച്ചർ ഓഫ് പേയ്മെന്റും ഇവിടെ വന്നിട്ടുണ്ട്. ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇവിടെ നമ്മൾക്ക് നോൺ കമ്പനിയിലേക്ക് നമ്മൾ സെലക്ട് ചെയ്തിട്ട് എടുത്തു. റെസിഡന്റിലേക്ക് എടുത്തു. ഇവിടെ നമുക്ക് ബാങ്ക് നമുക്കിവിടെ സെലക്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇവിടെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ TDSന്റെ എമൗണ്ട് ഇവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് വന്നിട്ടുണ്ട്. 20,000 വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ അതിന്റെ ടാക്സ് കാര്യങ്ങൾ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഈ ഒരു എൻട്രി നമുക്ക് എൻ്റർ അടിച്ച് കഴിഞ്ഞിട്ട് ചെക്ക് നമ്പറൊക്കെ കൊടുത്ത് എൻ്റർ അടിച്ച് കഴിഞ്ഞിട്ട് ഇത് സേവ് ചെയ്തു. ഇനി ഒന്ന് നമുക്ക് റിപ്പോർട്ട് നമുക്കൊന്നും കൂടി എടുത്ത് നോക്കാം. ഡിസ്പ്ലേ മോർ റിപ്പോർട്ട് സെലക്ട് ചെയ്തിട്ട് എടുത്തു. സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ട് സെലക്ട് ചെയ്തിട്ട് എടുത്തു. അതിൽ TDS റിപ്പോർട്ട്സ് എടുത്തു. അതിൽ നമ്മൾക്ക് TDS ഔട്ട്സ്റ്റാൻഡിങ് സെലക്ട് ചെയ്തിട്ട് എടുക്കാം. ഇപ്പോൾ ഇവിടെ നമുക്ക് ഔട്ട്സ്റ്റാൻഡിങ് നമുക്ക് ഇവിടെ കാണാൻ പറ്റില്ല. ഇനി നമുക്ക് ജസ്റ്റ് നമുക്ക് ഇവിടെ ചലാൻ റീകൺസിലിയേഷൻ ഒന്ന് സെലക്ട് ചെയ്തിട്ട് എടുക്കാം. ചലാൻ റീകൺസിലിയേഷൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ എല്ലാ ഡീറ്റെയിൽസും ഇവിടെ കാണിക്കും. TDS ഓൺ സാലറി, അതേപോലെ തന്നെ ഡിഡക്റ്റഡ് ടൈപ്പ്, റെസിഡന്റ് ടൈപ്പ്, ഇവിടെ നമുക്ക് ചെക്ക് നമ്പറൊക്കെ കൊടുത്ത് നമുക്ക് ഓരോന്നും നമുക്ക് റീകൺസിൽ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവിടെ റീകൺസിൽ ചെയ്യാൻ വേണ്ടി Alt R ഉണ്ട്. അപ്പം നമുക്ക് പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ചെക്ക് നമ്പറൊക്കെ നമുക്ക് ഇവിടെ അടിച്ചു കൊടുത്ത് ഇത് നമുക്ക് റീകൺസിൽ ചെയ്തിട്ട് വെക്കാം. അപ്പൊ ഈ ഒരു രീതിയിലാണ് നമ്മുടെ TDS ഓൺ സാലറിയുടെ എൻട്രി നമ്മുടെ ടാലി പ്രൈമിൽ ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.